ഹായ്. ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ്റെ അതുപോലെ സ്പിരിച്വൽ ഓർഗനൈസേഷൻ്റെ ലീഡർഷിപ്പിലിരിക്കുന്ന അല്ലെങ്കിൽ അതോറിറ്റിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അവർക്ക് നല്ല സ്കില്ലുകളുണ്ടാവും. നല്ലൊരു മാനേജ്മെൻറ്റ് സ്കില്ല് അല്ലെങ്കിൽ ക്രൗഡ് കൺട്രോളിങ് സ്കില്ല്, സ്പീച്ച് ആൻഡ് പ്രസൻറ്റേഷൻ സ്കില്ല്, തീർച്ചയായിട്ടും അത്തരം സ്കില്ലുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു അതോറിറ്റിയിൽ അല്ലെങ്കിൽ ലീഡർഷിപ്പിലുള്ളത്. പക്ഷേ ഈ ഒരു സ്ഥാനത്തുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ട ഒരു നമ്പർ 1 പ്രിയോറിറ്റി സ്കില്ലുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് എംപതി എന്ന് പറഞ്ഞൊരു സ്കില്ലാണ്. അപ്പോൾ എംപതി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ഇൻബോൺ സ്കില്ലാണ്. നമുക്ക് പാട്ട് പാടാൻ കഴിവുള്ളതുപോലെ അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ കഴിവുള്ളതുപോലെ ജന്മന ലഭിക്കുന്ന ഒരു ഗോഡ്സ് ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഗിഫ്റ്റാണ് എംപതി എന്ന് പറഞ്ഞാൽ. കാരണം എംപതി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിനിൻ്റെ ചില കഴിവുകളുകൊണ്ടാണ്. ബ്രെയിനിൻ്റെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, ഇൻസുല, അതേപോലെ മിറർ ന്യൂറോൺസ്, അങ്ങനെ ചില ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഒരു പാട്ട് പാടാനുള്ള കഴിവ് എന്ന് പറയുന്ന പോലെ തന്നെ ഡാൻസ് കളിക്കാനുള്ള കഴിവ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സ്കില്ലാണ് എംപതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ലീഡർഷിപ്പിലിരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സ്കില്ലാണ് എംപതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ലീഡർഷിപ്പിലിരിക്കുന്ന ആളുകളിലേക്ക് വരുന്നത് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നതും അതേപോലെ തന്നെ ഏറ്റവും അധികം സഹായം ആവശ്യമുള്ളതും സഹായം അർഹതപ്പെട്ട ആളുകളുമാണ് അവിടെ ചെന്നെത്തുന്നത്. അപ്പോൾ ഇവർക്ക് എംപതി എന്ന് പറഞ്ഞൊരു സ്കില്ലില്ല എങ്കിൽ തീർച്ചയായിട്ടും വളരെ ഇൻസെൻസിറ്റീവായിട്ടുള്ള റെസ്പോൺസും അർഹതപ്പെട്ടവർക്ക് സഹായം ലഭിക്കാതിരിക്കുന്ന അവസ്ഥകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ അതോറിറ്റിയിലിരിക്കുന്ന ആളുകൾക്ക് എംപതി എന്ന് പറഞ്ഞൊരു സ്കില്ല് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുകയും, ഈ എംപതി എന്ന് പറഞ്ഞ സ്കില്ല് ഇൻബോൺ സ്കില്ലാണ്, അതേപോലെ തന്നെ ട്രെയിനിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്കില്ലുമാണ്. അപ്പോൾ അതുകൊണ്ട് ലീഡർഷിപ്പിലിരിക്കുന്ന ആളുകൾക്ക്, അതോറിറ്റിയിലിരിക്കുന്ന ആളുകൾക്ക് സ്കില്ലുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതും, ഇല്ല എങ്കിൽ ട്രെയിനിങ് വഴി അത് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കേണ്ടതും വളരെ ആവശ്യമാണ്.